ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് മിക്കാൽ സേനയെ അദ്ദേഹത്തിന്റെ സംഘത്തെയും ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയതിനെ തുടർന്ന് ഇടക്കാല പരിശീലകരായി ടി.ജി. പുരുഷോത്തമനും തോമസ് ജോർജിനെയും കൊണ്ടുവരികയാണ് ഉണ്ടായത്. സമയബന്ധിതമായി പുതിയ പരിശീലകനെ കൊണ്ടുവരിക എന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതി. എന്നാൽ അത് നടക്കാതെ വന്നപ്പോൾ ഇടക്കാല പരിശീലകരെ വെച്ച് സീസൺ അവസാനിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എത്തി. ഇന്ററിം പരിശീലകർക്ക് തരക്കേടില്ലാത്തൊരു പ്രകടനം നടത്താൻ സാധിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ടി.ജി. പുരുഷോത്തമനാണെങ്കിലും തോമസ് ജോർജ് ആണെങ്കിലും ഇവർ രണ്ടുപേരും ഒരുപാടധികം കാലമായി ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിട്ടുള്ളവരായിരുന്നതിനാൽ താരങ്ങളെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് കിട്ടി. തോമസ് ജോർജിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് ഡെവലപ്മെന്റിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. മിക്കാൽ സേനയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് സീനിയർ ടീമിന്റെ പരിശീലനമാകാൻ അവസരം ലഭിച്ചത്. ബ്ലാസ്റ്റേഴ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തോമസ് ജോർജിന്റെ ഭാവിയുടെ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കാൻ പോവുകയാണ് എന്നാണ് കണ്ടന്റ് റൈറ്റർ അശ്വലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി തോമസ് ജോർജിന്റെ ഭാവി എന്താകുമെന്നുള്ള കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അന്തിമമായ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കുമെന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല സീസൺ അവസാനിക്കുന്നതോടുകൂടി കരാർ അവസാനിക്കുന്ന തോമസ് ജോർജ് ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ളത് വലിയ ചോദ്യമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുകയാണെങ്കിൽ അത് ഏത് പൊസിഷനിലായിരിക്കും എന്നുള്ള പല ചോദ്യങ്ങൾ ആരാധകർക്കിടയിലുണ്ട്. സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ബൈ.